എം റേച്ചൽ ഉമ്മൻ MLT വേൾഡ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് പെരിഫറൽ സ്മിയർ എങ്ങനെയാണ് ഒരു ടെക്നീഷ്യൻ നോക്കുമ്പോൾ ആ പെരിഫറൽ സ്മിയറിനകത്ത് എന്തൊക്കെ അബ്നോർമാലിറ്റി ഉണ്ടെന്ന് ആ ടെക്നീഷ്യൻ എങ്ങനെയാണ് മനസ്സിലാകുന്നത്, എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതാണ്. പെരിഫറൽ സ്മിയർ നമുക്കറിയാം, പത്തോളജിസ്റ്റാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും ഒരു ടെക്നീഷ്യൻ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ ആ ബ്ലഡിൽ, ആ പെരിഫറൽ സ്മിയറിൽ എന്നറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പത്തോളജിസ്റ്റിനോട് പറയാം ഇന്ന അബ്നോർമാലിറ്റീസൊക്കെ ഉണ്ട്, അതുകൊണ്ട് എളുപ്പം ആ ഡയഗ്നോസിസ് സ്പീഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പെരിഫറൽ സ്മിയർ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് ഒരു 2-3 വീഡിയോയിൽ കൂടെ അത് പറഞ്ഞു തീർക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ അതിൻ്റെ WBC RBC എങ്ങനെ ഇരിക്കും, WBC എങ്ങനെ ഇരിക്കും, പ്ലേറ്റ്ലെറ്റ് എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള നോർമലായിട്ട് എങ്ങനെയാണ്, അബ്നോർമലായിട്ട് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പെട്ടെന്ന് ഒരു ക്ലാസ് എടുക്കാം. പെരിഫറൽ സ്മിയർ നോക്കും. പെരിഫറൽ സ്മിയർ നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ഡിസീസസിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇൻ ദ ബോഡി, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തരുന്നതാണ് ഒരു പെരിഫറൽ ബ്ലഡ് സ്മിയർ എക്സാമിനേഷൻ ഓർ പെരിഫറൽ ബ്ലഡ് ഫിൽം എക്സാമിനേഷൻ. ഇത് ഓൾമോസ്റ്റ് ഓൾ ഡിസീസസിൻ്റെ നമുക്ക് ഏകദേശം എങ്ങനെയാണ് എന്നുള്ള ഇൻഡിക്കേഷൻ തരുന്നതാണ്. അപ്പം പെരിഫറൽ സ്മിയർ നിങ്ങൾ നോക്കാനൊരുങ്ങുമ്പോൾ ഒരു ടെക്നീഷ്യനായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അറിയേണ്ടത്, നിങ്ങളൊരു പത്തോളജിസ്റ്റിന് ഒരു സ്ലൈഡ് കൊണ്ട് കൊടുക്കുകയാണോ അതോ നിങ്ങൾ തന്നെ നോക്കുകയാണോ, എങ്ങനെ ആയാലും ആ പെരിഫറൽ സ്മിയർ എങ്ങനെ അത് നല്ലൊരു സ്മിയർ ഉണ്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു സ്മിയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ക്ലീൻ സ്ലൈഡിൽ അബൌട്ട് 20 മൈക്രോലീറ്റർ ബ്ലഡ് ഒരു സൈഡിൽ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ട് 2 സൈഡിലും മുട്ടാതെ ഒരു 3.5 സെൻറ്റിമീറ്റർ നീളമുള്ള, എന്നാൽ സ്ലൈഡിനേക്കാൾ കുറച്ച് വിട്ട് കുറഞ്ഞൊരു സ്മിയർ. അതിൻ്റെ ആ സ്മിയറിൻ്റെ ഷേപ്പ് എപ്പോഴും ടങ് ഷേപ്പ് നിങ്ങൾക്കറിയാം. അത് ഡ്രൈ ആയി കഴിയുമ്പോൾ ആ സ്മിയർ ഒരു പോളിക്രോമാറ്റിക് അപ്പിയറൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞ് ഉടനെ ഒരുപാട് താമസിക്കല്ലേ, വെൻ ദ സ്മിയർ ഡ്രൈസ് ഇമ്മീഡിയറ്റ്ലി ദ സ്മിയർ ഷുഡ് ബി സ്റ്റെയിൻഡ് വിത്ത് Leishman stain or any Romanowski stain, but better we all are doing with the Leishman stain. സ്റ്റെയിൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആ സ്മിയർ നോക്കുക. ആ സ്മിയർ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം അത് ലോ പവറിൽ നോക്കണം, ഹൈ പവറിൽ നോക്കണം, ഓയിൽ ഇമർഷനിൽ നോക്കണം. ലോ പവറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുവാൻ പറ്റും, ആ സ്മിയറിൻ്റെ ഒരു ക്വാളിറ്റി അറിയണമെങ്കിൽ ലോ പവറിൽ നോക്കണം. ആ സ്മിയറിന് ലോ പവറിൽ നോക്കുമ്പോൾ സ്റ്റെയിനിങ് ഒക്കെയാണോ, അതിൻ്റെ ആ സ്മിയറിൽ റൂളെ ഫോർമേഷൻ ഉള്ള ഒരു ബ്ലഡാണോ അതോ ക്ലംപിങ് ഉള്ള ഒരു ബ്ലഡാണോ. ലോ പവറിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം. പിന്നെ ഇത് മൈക്രോഫൈലേറിയ ലോ പവർ നമുക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ്സ് എ പാരസൈറ്റ്, ബ്ലഡ് പാരസൈറ്റാണ്. മൈക്രോഫൈലേറിയ നോക്കാൻ ഏറ്റവും നല്ലത് ലോ പവറാണ്, എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. പിന്നെ ഓയിൽ ഇമർഷൻ നമുക്ക് അതിൻ്റെ മൈക്രോഫൈലേറിയയുടെ സ്പീഷീസൊക്കെ നോക്കാനായിട്ട് പറ്റും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ എങ്കിൽ ലോ പവറിൽ നോക്കി നിങ്ങൾക്ക് എളുപ്പം ഐഡൻറ്റിഫൈ. അപ്പോൾ ലോ പവറിൽ നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ദ സ്മിയർ, സ്റ്റെയിനിങ് ഓഫ് ദ സ്മിയർ, ഇഫ് ഇറ്റ് ഈസ് ഓക്കെ, ആൻഡ് ക്ലംപിങ് ഉണ്ടോ, പിന്നെ റൂളെ ഫോർമേഷൻ ഉണ്ടോ, ഇതൊക്കെ ലോ പവറിൽ നോക്കിയിട്ട് പറയാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് ലോ പവറിൽ നോക്കുമ്പോൾ നിങ്ങളെ മിഡ് ഏരിയ, മൈക്രോഫൈലേറിയ നോക്കണമെങ്കിൽ ഓൾ ഓവർ ദ സ്മിയർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഹൈ പവറിലോട്ട് നിന്നിട്ട് ഹൈ പവറിൽ നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും തിക്ക് സ്മിയർ ഒന്ന് നോക്കുക. എന്തിനാണ്? ദ അസസ്മെൻറ്റ് ഓഫ് WBC, വെദർ ദർ ഈസ് ലൂക്കോപീനിയ ഓർ ലൂക്കോസൈറ്റോസിസ് ഓർ WBC കൗണ്ട് ഈസ് നോർമൽ. ഇതറിയണമെങ്കിൽ നിങ്ങൾ ഹൈ പവറിൽ നോക്കുക. തിക്ക് സ്മിയറിൽ, തിക്ക് ഏരിയ ഓഫ് ദ സ്മിയറിൽ നോക്കണം. തിക്ക് ഏരിയ ഇപ്പം പറയുവാണെങ്കിൽ സ്മിയറിന് ഒരു തിക്ക് ഏരിയ ഉണ്ട്, ഒരു മിഡ് ഏരിയ ഉണ്ട്, ഒരു തിൻ ഏരിയ, ടെയിൽ ഏരിയ ഉണ്ട്. ആ മിഡിൽ ഏരിയയിലാണ് നമ്മൾ സാധാരണ ഡിഫറൻഷ്യൽ കൗണ്ടൊക്കെ ചെയ്യുന്നതും അബ്നോർമൽ സെൽസ് ഒക്കെ നോക്കുന്നതും ഒക്കെ മിഡിൽ ഏരിയയിലാണ്. പക്ഷേ തിക്ക് ഏരിയയിൽ നോക്കി നിങ്ങൾക്ക് WBCയുടെ ഒരു അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അസസ്മെൻറ്റ് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ how many WBCs per high power is equal to how many WBC per microliter എന്നുള്ള ആ ഒരു ചാർട്ട് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ഞാൻ അത് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഓയിൽ ആൻഡ്
സി അണ്ടർ ഓയിൽ ഇമേർഷൻ. ആ ഓയിൽ ഇമേർഷനിൽ നോക്കുമ്പോഴാണ് നമ്മൾ WBC, RBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ അബ്നോർമലാണോ നോർമലാണോ എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ ഓയിൽ ഇമേർഷനിൽ നോക്കേണ്ടത് ഒരു പ്ലേറ്റ്ലെറ്റ് RBCയുടെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. RBC നിങ്ങൾ പഠിക്കുമ്പോൾ RBC നോർമൽ RBCക്ക് നോർമൽ സൈസ് ഉണ്ട്, നോർമൽ ഷേപ്പ് ഉണ്ട്, നോർമൽ കളറുണ്ട്. ആ 3 കാര്യങ്ങളും നിങ്ങൾ RBCയുടെ കാര്യത്തിൽ നോക്കണം. നോർമൽ സൈസ്, നോർമൽ ഷേപ്പ്, നോർമൽ കളർ. അത് 3ഉം നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ RBCയുടെ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നോർമൽ സൈസ് ഓഫ് ദ RBC 7.2 മൈക്രോമീറ്റർ. പക്ഷേ ഈ 7.2 മൈക്രോൺസ് ആണെങ്കിലോ നിങ്ങൾക്ക് എത്രയാണെന്ന് ഇപ്പോൾ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്കൊരു കാര്യമുണ്ട്, ആ 7.2 മൈക്രോൺസ് ആണോ ഓൾമോസ്റ്റ് ഓൾ RBCs ഓർ നോർമൽ സൈസ് RBCയുടെ സൈസ് നോർമൽ ആണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ എപ്പോഴും ആ മിഡിൽ പോർഷനിലെടുത്തിട്ട് ഓയിൽ ഇമേർഷനിൽ ഒരു സ്മോൾ ലിംഫോസൈറ്റ്സ് കണ്ടുപിടിക്കുക. അതിനടുക്ക കിടക്കുന്ന ആ RBCകളും ആ സ്മോൾ ലിംഫോസൈറ്റ്സും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആ സ്മോൾ ലിംഫോസൈറ്റ്സിൻ്റെ ഏകദേശ സൈസാണ് ഓൾമോസ്റ്റ് ഓൾ RBC എന്ന് പറഞ്ഞാൽ RBCs ആർ നോർമോസൈറ്റിക് എന്ന കാര്യം. ആ സ്മോൾ ലിംഫോസൈറ്റ്സിൻ്റെ സൈസ് 8 മൈക്രോൺസ് ആണ്. അതിനോടടുത്ത സൈസാണ് എല്ലാ RBCക്കുമെങ്കിൽ RBCs ആർ നോർമോസൈറ്റിക്. ഇനി അതിനേക്കാളും കൂടുതലാണ് സൈസെങ്കിൽ RBCs ആർ മാക്രോസൈറ്റിക്. അതിനേക്കാളും കുറവാണെങ്കിൽ RBCs ആർ മൈക്രോസൈറ്റിക്. അപ്പം നോർമോസൈറ്റിക് ഉണ്ട്, മാക്രോസൈറ്റിക് ഉണ്ട്, മൈക്രോസൈറ്റിക് ഉണ്ട് RBC. ഇതും ഇങ്ങനെ വേരിയേഷൻ ഇൻ RBC സൈസ് ഈസ് കോൾഡ് അനൈസോസൈറ്റോസിസ്. അപ്പം നിങ്ങൾ RBCയുടെ സൈസ് നോക്കി പഠിക്കുക. അത് നോർമോസൈറ്റിക് ആണോ, മാക്രോസൈറ്റിക് ആണോ, മൈക്രോസൈറ്റിക് ആണോ. അപ്പോൾ ഓരോ കണ്ടീഷൻസ് ഉണ്ട്. നോർമോസൈറ്റിക് RBC നോർമൽ പേഴ്സൺ, നോർമൽ പെരിഫറൽ ബ്ലഡ് ഫിലിം ആയിരിക്കും. മാക്രോസൈറ്റിക് ആണെങ്കിൽ അത് ഏത് കണ്ടീഷനിൽ ഏത് അനീമിയയിലാണ് മാക്രോസൈറ്റിക് RBC ഓർ മൈക്രോസൈറ്റ്സ് വരുന്നതെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാകും. മെഗലോബ്ലാസ്റ്റിക് മാക്രോസൈറ്റിക് അനീമിയയിലാണ്. മൈക്രോസൈറ്റിക് RBCs ആർ കോമൺ ഇൻ ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ, താലസീമിയ, അങ്ങനെ കുറേ അനീമിയാസിലാണ് മൈക്രോസൈറ്റ്. അതൊക്കെ പിന്നെ പഠിക്കാം. പക്ഷേ ഇപ്പോൾ പഠിക്കുന്നത് അനൈസോസൈറ്റോസിസ് ഉണ്ടോ എന്ന് നോക്കുക. അനൈസോസൈറ്റോസിസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് ഗ്രേഡ് ചെയ്യാനായിട്ട് പഠിക്കുക. ഗ്രേഡിങ്ങിൻ്റെ ഒരു സിമ്പിൾ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. അപ്പോൾ ആദ്യം RBCയുടെ സൈസ് നോക്കുക. അതാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. ഇനി നോക്കേണ്ടത് RBCയുടെ ഷേപ്പ്. Normal RBC is in fluid or in flowing blood, it is biconcave disc. But നമ്മളൊരു സ്മിയർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നോർമൽ RBC ഈസ് ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും വിത്ത് എ സ്മോൾ സെൻട്രൽ പാലർ. റൗണ്ട് ഷേപ്പ് വിത്ത് എ സ്മോൾ സെൻട്രൽ പാലർ. അത് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ RBCയുടെ സൈസ് നമ്മൾ നോക്കി. പിന്നെ ഷേപ്പ്, അപ്പോൾ റൗണ്ട് ആണോ വിത്ത് നോർമൽ സെൻട്രൽ ആൻഡ് പാലർ എന്ന് പറഞ്ഞാൽ പുറത്ത് ഹീമോഗ്ലോബിനും അകത്ത് ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ടോ എന്ന് നോക്കുക. അത് നോർമൽ ഷേപ്പ് ഓഫ് ദ RBC. ഇനി ഒരുപാട് അബ്നോർമൽ RBCs ഉണ്ട്. അബ്നോർമൽ RBC ഈസ് കോൾഡ് പോയിക്യുലോസൈറ്റ്. അപ്പം കൂടുതലുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഈസ് കോൾഡ് പോയിക്യുലോസൈറ്റോസിസ്. അപ്പോൾ പോയിക്യുലോസൈറ്റോസിസ് ഉണ്ടോ എന്ന് നോക്കുക. ഏതൊക്കെയാണ് പോയിക്യുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? കോമൺ ആയിട്ട് കാണുന്ന പോയിക്യുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഹീമോഗ്ലോബിൻ ഉണ്ട്, ഇൻ ബിറ്റ്വീൻ 2 ഏരിയയിൽ ഹീമോഗ്ലോബിൻ ഇല്ലാതെ. അപ്പോൾ സെൻട്രൽ ഹീമോഗ്ലോബിൻ ഉള്ള ഒരു ഏരിയ കാണും, മിഡിൽ പോർഷനിൽ ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ഒരു ഏരിയ കാണും, എന്നാൽ പുറത്ത് അങ്ങനെയുള്ള റൗണ്ട് RBCക്കാണ് ടാർഗറ്റ് സെൽസ് എന്ന് പറയുന്നത്. ടാർഗറ്റ് സെൽസ്, പെൻസിൽ ഷേപ്പ് സെൽസ്, ബർസ് സെല്ല്, എക്കാൻഡോസൈറ്റ്സ്. പിന്നെ കാണുന്നത് അബ്നോർമൽ RBC എന്ന് പറഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയായി കാണുന്ന സിക്കിൾ സെൽസ്, സ്പീറോസൈറ്റിക് അനീമിയായി കാണുന്ന സ്പീറോസൈറ്റ്സ്. ഇതെല്ലാം അബ്നോർമൽ RBCs ആണ്. അപ്പോൾ RBC നോർമൽ ഷേപ്പ് ആണോ എന്ന് നോക്കുക. അബ്നോർമൽ ഷേപ്പ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അബ്നോർമൽ ഷേപ്പ് ഉണ്ടെന്ന്, അത് ഏതാണെന്ന്
നിങ്ങളുടെ അതിൻ്റെ ഒരു അറ്റ്ലസ് ഹെമറ്റോളജി ഒരു അറ്റ്ലസ് വാങ്ങിച്ചാൽ ഈ ഷേപ്പ് ഉള്ള RBCs എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ആ RBC അബ്നോർമൽ ഷേപ്ഡ് RBC ഉണ്ടെങ്കിൽ അത് പോയിക്കുലോസൈറ്റോസിസ് ഉണ്ട്, പോയിക്കുലോസൈറ്റോസിസ് പ്രസൻറ്റ് എഴുതണം. ഇനിയുള്ളത് കളർ ഓഫ് ദി RBC. നോർമൽ കളർ ഓഫ് ദി RBC ഞാനിപ്പം പറഞ്ഞു. ഒരു ഔട്ടർ ഹീമോഗ്ലോബിനൈസ്ഡ് ഏരിയ വിത്ത് എ സെൻട്രൽ പാലർ ആൻഡ് ദാറ്റ് ഈസ് പിങ്ക് ഇൻ കളർ. അസിഡോഫിലിക് ആണ് ഹീമോഗ്ലോബിൻ, അതുകൊണ്ട് പിങ്ക് കളറായിരിക്കും എടുക്കുന്നത്. യോസിൻ്റെ കളർ, ലീഷ്മൻ സ്റ്റെയിനിലുള്ള യോസിൻ്റെ കളറായിരിക്കും എടുക്കുന്നത്. ഒരു പിങ്ക് ആയിരിക്കും കളറ്, അസിഡോഫിലിക് ആയതുകൊണ്ട് അതാണ് നോർമൽ കളർ. ഈ സെൻട്രൽ പാലർ കൂടി, സാധാരണ ചെറിയ സെൻട്രൽ പാലറേ കാണത്തുള്ളൂ. ആ സെൻട്രൽ പാലർ കൂടി വരുന്നതനുസരിച്ച് നമ്മളതിനെ എന്നാ പറയും? ഹൈപ്പോക്രോമിക് RBC എന്ന് പറയും. ഈ ഹൈപ്പോക്രോമിക് RBC ഉണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടീഷന് പറയുന്ന പേര് ഹൈപ്പോക്രോമിയ. അത് കൂടുതലുണ്ടോ കുറവുണ്ടോ അനുസരിച്ച് അതിനെ ഗ്രേഡ് ചെയ്യുക. പിന്നുള്ള കളറ് പോളിക്രോമാറ്റിക് RBC. പോളിക്രോമാറ്റിക് RBC എന്ന് പറയുന്നത് DNA RNA ഉള്ള RBC. ഇത് ഇമ്മച്വർ RBC ആണ്. RNA ഉള്ള RBC ഇമ്മച്വർ RBC ആണ്. ന്യൂക്ലിയേറ്റഡ് RBC കഴിഞ്ഞിട്ട് അടുത്ത പോളിക്രോമാറ്റിക് റെഡ് സെല്ല്. ഇതൊരു പോളിക്രോമാറ്റിക് അപ്പിയറൻസ് ആയിരിക്കും. ബ്ലൂ ആൻഡ് പിങ്ക് ടുഗദർ. മെഥിലിൻ ബ്ലൂ എടുക്കും, യോസിൻ എടുക്കും. ബ്ലൂ ആൻഡ് റെഡ് ടുഗദർ ആയിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലൂയിഷ് ടിൻ്റുള്ള RBC ആയിരിക്കും പോളിക്രോം. അത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടീഷനെ പോളിക്രോമേഷ്യ എന്ന് പറയും. അപ്പോൾ RBCയുടെ സൈസ് പറഞ്ഞു, ഷേപ്പ് പറഞ്ഞു. ഇനിയുള്ളത് RBCയുടെ ഇൻക്ലൂഷൻ ബോഡീസ് നോക്കണം. ഇൻക്ലൂഷൻ ബോഡീസ് പല കണ്ടീഷനിൽ ഹീമോളിറ്റിക് അനീമിയാസിൽ ഇൻക്ലൂഷൻ ബോഡീസ് കാണും. അപ്പം ഇൻക്ലൂഷൻ ബോഡീസിൽ ചിലത് ഞാൻ പറയാം. ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് ഓർ പങ്ക്ച്വേറ്റ് ബേസോഫീലിയ, പിന്നെ മലേറിയ പാരസൈറ്റ് ഓൾസോ ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. ബേസോഫിലിക് സ്റ്റിപ്ലിങ്, ക്യാബറ്റ് റിങ്, ഇതൊക്കെ ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. മലേറിയൽ പാരസൈറ്റും ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് മലേറിയ പാരസൈറ്റ് ഉണ്ടോ എന്ന് നോക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഇൻക്ലൂഷൻ ബോഡീസ് സാധാരണ കാണുന്ന ഈ ബേസോഫിലിക് സ്റ്റിപ്ലിങ്ങും ക്യാബറ്റ് റിങ്ങും ഒക്കെ കാണുന്നത് നമുക്ക് കൂടുതലും ഹീമോളിറ്റിക് അനീമിയാസിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഹീമോളിറ്റിക് അനീമിയ ആണെന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുകൂടെ നമുക്ക് നോക്കാം. മലേറിയൽ പാരസൈറ്റും ഈ സമയത്ത് നമുക്ക് നോക്കാൻ പറ്റുന്നതായിരിക്കും. മലേറിയ പാരസൈറ്റിൻ്റെ ഒരു സെപ്പറേറ്റ് ക്ലാസ് എടുത്താലേ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മലേറിയ പാരസൈറ്റും ഈ സമയത്ത്. അപ്പോൾ RBCയുടെ 3 കാര്യങ്ങൾ: ഷേപ്പ് ഓഫ് ദ RBC, സൈസ് ഓഫ് ദ RBC, ഷേപ്പ് ഓഫ് ദി RBC ആൻഡ് കളർ ഓഫ് ദി RBC. അത് കഴിഞ്ഞിട്ട് നമ്മൾ RBC ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കുക. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും വെദർ ഇറ്റ് ഈസ് നോർമൽ ഓർ അബ്നോർമൽ പ്ലേറ്റ്ലെറ്റ്സ്, ജയന്റ് പ്ലേറ്റ്ലെറ്റ്സ് ആർ പ്രസൻറ്റ് ഓർ നോട്ട്, അഗ്രിഗേഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ആർ പ്രസൻറ്റ് ഓർ നോട്ട്. ഇതൊക്കെയും പ്ലേറ്റ്ലെറ്റ്സ് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. ഈ 3 കാര്യങ്ങൾ ലോ പവറിൽ, ഹൈ പവറിൽ, ഓയിൽ ഇമേർഷനിൽ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഏകദേശം പെരിഫസ്മിയർ നമ്മൾ ഒന്ന് അസസ് ചെയ്ത് കഴിയും. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ WBCയുടെ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം പറയുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ലുക്കീമിയ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ അനീമിയാസിൽ എങ്ങനെ RBC ഇരിക്കുമെന്നുള്ള അടുത്ത ക്ലാസ്സുകൾ 2-3 ക്ലാസ്സുകളിലായിട്ടിടാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.